കൊടുങ്ങല്ലൂർ കാവുമായിട്ട് പുലക്കാവിലെ രഘുവിന് യാതൊരു ബന്ധവുമില്ല. അതായത് കലാഭവൻ മണി അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സെന്തിൽ എന്ന് പറയുന്ന രാജമുദ്രയുള്ള പവിഴമാലയും വാളും പരിചയും എന്തിന് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ അദ്ദേഹത്തിന് രേവതി നാളിൽ കൈമാറുന്നു. അമ്മേ ശരണം ദേവി ശരണം. അപ്പോൾ ഞാൻ വലിയ തമ്പുരാൻ്റെ കൊടുങ്ങല്ലൂർ കോവിലകത്താണുള്ളത്. അവിടെ പോയത് നമ്മളുടെ പുലക്കാവിലെ രഘുച്ചേട്ടൻ, അതായത് സ്ഥാനം കൊണ്ട് വള്ളോൻ, അദ്ദേഹം നാളെ പുലക്കാവിൽ നിന്ന് എഴുന്നള്ളിപ്പായിട്ട് കൊടുങ്ങല്ലൂർ കാവിലേക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങിൽ ധരിക്കാനുള്ള രാജമുദ്രയുള്ള പവിഴമാല, അതേപോലെ തന്നെ ഉടയാട, വാള്, പരിച, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വലിയ തമ്പുരാനിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കാഴ്ച സമർപ്പിച്ച് മുഖം കാണിക്കാൻ പോയ ഒരു സമയത്താണ് ഞാൻ കോവിലകത്തെത്തിയത്. അപ്പോൾ വലിയ തമ്പുരാനെയും കാണാൻ പറ്റി. അതേപോലെ തന്നെ മറ്റൊരു ചടങ്ങ് കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ സാക്ഷിയാണ്. അതായത് കൊടുങ്ങല്ലൂർ കാവുമായിട്ട് പുലക്കാവിലെ രഘുവിന് യാതൊരു ബന്ധവുമില്ല, പുലബന്ധം പോലുമില്ല എന്ന് കമൻ്റ് ഇട്ട ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ വീഡിയോ. അവരുമായിട്ട് തർക്കിക്കാൻ ഞാനില്ല. പക്ഷേ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ്റെ കോവിലകത്ത് നിന്ന് ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് പുലക്കാവിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിൽ ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉടയാടയും രാജമുദ്രയുള്ള പവിഴമാലയും വാളും പരിചയും എന്തിന് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ അദ്ദേഹത്തിന് രേവതി നാളിൽ കൈമാറുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് മാത്രമാണ് ഈ കമൻ്റ് ഇട്ടവർക്കുള്ള എല്ലാവർക്കുമുള്ള മറുപടി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ മറ്റൊരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ടായിരുന്നു. അതായത് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ ഇന്ന് വളരെ നല്ല ഒരു, അതായത് ദൃശ്യ വിരുന്നും അതുപോലെ തന്നെ ഒരു സംഗീത വിരുന്നും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു നല്ല ഒരു വീഡിയോ ആൽബം ഇന്ന് വലിയ തമ്പുരാൻ റിലീസ് ചെയ്യുകയുണ്ടായി. അതിൽ പുലക്കാവ് ഒരു പ്രമേയമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല വളരെ നല്ല ഒരു പാട്ട്, മ്യൂസിക് ഡയറക്ഷൻ, അതുപോലെ തന്നെ വിഷ്വൽസ്, കംപ്ലീറ്റ് പാലക്കാട് ചിത്രീകരിച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ ആൽബം എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലൊരു അനുഭൂതിയായിരിക്കും എന്ന് തന്നെ കരുതുന്നു. അതേപോലെ തന്നെ പ്രധാനമായിട്ട് അതിൽ നമ്മളുടെ കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ടുകളെല്ലാം ഏറ്റവും ഹിറ്റായിരിക്കുന്നത് നമ്മളുടെ മണിച്ചേട്ടൻ്റെയാണ്, അതായത് കലാഭവൻ മണി. അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സെന്തിൽ എന്ന് പറയുന്ന പ്രശസ്ത നടനാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. മാത്രമല്ല ബാക്കി എല്ലാ ഘടകങ്ങളും ഇതിൻ്റെ വളരെ നല്ലതാണ്. ഏതായാലും കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ട് എന്നുള്ള രീതിയിൽ വളരെയധികം ഹിറ്റാവാൻ സാധ്യതയുള്ള ഒരു നല്ല ഒരു ദൃശ്യവിസ്മയം, സംഗീത വിരുന്ന് എന്നെല്ലാം പറയാവുന്ന ഒരു വീഡിയോ ആൽബം കൂടി വലിയ തമ്പുരാൻ റിലീസ് ചെയ്യേണ്ടായി. അത് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. സിനി സ്പേസ് മീഡിയ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൽബത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കണ്ണു തുറക്കൻ്റെ കാളി എന്ന് പറയുന്നതാണ് ആൽബത്തിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും കാണുക. അത് ഈ വീഡിയോ ഇടുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ റിലീസായിട്ടുണ്ട് യൂട്യൂബിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇത്തവണത്തെ ഭരണി എന്ന് പറയുന്നത് ആ ഒരു പാട്ടോടുകൂടി തന്നെ ആഘോഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല നാളെ അശ്വതി നാളിൽ രാവിലെ 8 മണിയോടുകൂടി പുലക്കാവിൽ നിന്ന് വള്ളോൻ ഈ വലിയ തമ്പുരാനിൽ നിന്ന് സ്വീകരിച്ച ആ ഒരു ആടയാഭരണങ്ങളും അതുപോലെ തന്നെ വാളും പരിചയും ഉടയാടയും എല്ലാം ധരിച്ചുകൊണ്ട് കാവിലേക്ക് പാൽക്കണ്ടിയുമായിട്ട് ഭഗവതി ആവാഹിച്ച് കൊണ്ടുവരുന്നതിനായിട്ട് പുറപ്പെടുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പുലക്കാവിലേക്ക് തിരിച്ചെത്തി തട്ടിൽ കയറും. പിന്നെ അശ്വതി കാവ് തിണ്ടൽ കഴിയുന്നതുവരെ അദ്ദേഹം തട്ടിൽ തന്നെയായിരിക്കും. എല്ലാവർക്കും അവിടെ ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അമ്മേ ശരണം, ദേവീ ശരണം.